കേന്ദ്ര ഭൂഗർഭജല അതോറിറ്റിയുടെ കർശനമായ മാനദണ്ഡങ്ങൾക്കെതിരെ മുംബൈയിൽ വാട്ടർ ടാങ്കർ അസോസിയേഷൻ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ടാങ്കറുകൾ സർവീസ് നിർത്തിവെക്കുവാൻ തീരുമാനിച്ചതോടെ നഗരത്തിലെ പ്രമുഖ ഹൌസിംഗ് സൊസൈറ്റികളും നിർമ്മാണ മേഖലയും കടുത്ത ജലക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ്. മുംബൈയിലെ ആയിരക്കണക്കിന് പാർപ്പിട സമുച്ചയങ്ങൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കുമായി 5000 ലിറ്റർ മുതൽ 30,000 ലിറ്റർ വരെ ശേഷിയുള്ള 2000-ഓളം ടാങ്കറുകളാണ് അസോസിയേഷൻ സർവീസ് നടത്തുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നുള്ള ജലവിതരണം ആവശ്യത്തിന് ലഭ്യമാക്കാത്തതിനാൽ ഭൂരിഭാഗം സൊസൈറ്റികളും പൂർണ്ണമായും സ്വകാര്യ ടാങ്കറുകളെയാണ് ആശ്രയിക്കുന്നത്. സമരം തുടങ്ങിയതോടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത ജനങ്ങൾ ബുദ്ധിമുട്ടിലായി കഴിഞ്ഞു. മുംബൈക്ക് കുടിവെള്ളം എത്തിക്കുന്ന 7 തടാകങ്ങളിലെ ജലനിരപ്പ് നിലവിൽ 13% കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ പുതിയ പ്രതിസന്ധി. 2020 CGWA നിയമപ്രകാരം ഓരോ കിണറിനു ചുറ്റും 200 ചതുരശ്ര മീറ്റർ തുറസായ സ്ഥലം വേണം. വസ്തുവിന്റെ ഉടമസ്ഥാവകാശ രേഖകൾ വേണം. ഡിജിറ്റൽ പ്ലേ മീറ്ററുകളും NOC സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. മുംബൈ പോലെയുള്ള ഒരു മെട്രോ നഗരത്തിൽ ഈ മാനദണ്ഡങ്ങൾ പ്രായോഗികമല്ല എന്നാണ് ടാങ്കർ ഉടമകളുടെ വാദം. മുംബൈ ഡിവിഷനിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ ഈ നിയമങ്ങൾ ഇത്ര കർശനമായി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും അസോസിയേഷൻ പ്രതിനിധി അങ്കുർ ശർമ്മ ആരോപിച്ചു. ടാങ്കർ സമരത്തിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ശിവസേന നേതാവ് ആദിത്യ താക്കൂർ രംഗത്തെത്തി. മുംബൈക്ക് ആവശ്യത്തിന് വെള്ളം നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നും ജനങ്ങൾ ടാങ്കറുകളെ ആശ്രയിക്കുമ്പോൾ അവർക്കുമേൽ അപ്രായോഗിക നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് പിഴ ഈടാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻപ് തങ്ങൾ വിഭാവനം ചെയ്ത കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് സർക്കാർ റദ്ദാക്കിയില്ലായിരുന്നുവെങ്കിൽ 2025ഓടെ അത് പ്രവർത്തനക്ഷമമാക്കുകയും ഈ ജലക്ഷാമം ഒഴിവാക്കാമായിരുന്നുവെന്നും താക്കറെ കൂട്ടിച്ചേർത്തു.